ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. നമ്മുടെ ആലി എന്ന മൂവിയുടെ മ്യൂസിക് ഡയറക്ടറായ രാമവർമ്മ തമ്പുരാനാണ്. ഹായ് സർ. നമസ്കാരം. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ആലി തന്നെയാണ് ഇപ്പോഴത്തെ വിശേഷം. ആലിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്നിപ്പോ നമ്മളിങ്ങനെ സംവദിക്കുന്നത്. ആലി സിനിമ ഇറങ്ങാൻ പോകുന്നു. 14-ാം തീയതിയാണ് റിലീസ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ഈ മാസം 14-ന്. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പൊ ആലി എന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു എന്തൊരു ഫീല് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താന്നുള്ളത് അങ്ങ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സാറിന്റെ ഒരു വ്യൂ പോയിന്റിൽ എന്താണ് ഈ മൂവി ആലി എന്ന് പറയുന്ന ഒരു മൂവി? ആലി എന്ന് പറഞ്ഞ ആ പദം തന്നെ അതൊരു തമിഴ് പദമാണ്. ആലി മഴയാണെന്നാണ്. മഴ അല്ലെങ്കിൽ മഴയുടെ മൂടുള്ള ഒരു എന്താ പറയാ ഒരു സ്വഭാവം, അല്ലെങ്കിൽ എന്താ പറയാ മഞ്ഞും തണുപ്പ് അല്പ തണുപ്പും അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം. അപ്പൊ ആലിപ്പഴം പൊഴിയാന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം മേളിൽ നിന്ന് ആലിപ്പഴം പൊഴിയെന്ന് പറയുന്ന പോലെയാണ് ഈ ആലി എന്ന് പറയുന്ന മഴ തന്നെയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തമിഴിലും മലയാളത്തിലും കൂടെയാണ് ഈ സിനിമ ഇറങ്ങുന്നത്. ഡബിംഗ് വേർഷൻ ആണോ അതോ അതിന്റെ ഡയലോഗ്സ് ഒക്കെ തന്നെ കുറെ തമിഴ് വരുന്നുണ്ട്, മലയാളം വരുന്നുണ്ട്. ഈ പാട്ടിൽ തന്നെ മിക്സ് ഉണ്ട്. ഇപ്പം ആലി എന്ന് പറയുന്ന ടൈറ്റിൽ സോങ് ഞാൻ ചെയ്തിരിക്കുന്ന അതിൽ തന്നെ തമിഴ് പദങ്ങളും കൂടെ അതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ടൈറ്റിൽ സോങ്ങും പിന്നെ ടൈറ്റിൽ ഞാൻ ഉദ്ദേശിച്ചത് അതിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു റൊമാൻറ്റിക് നായകനും നായികയും തമ്മിലുള്ള ഏറ്റവും വളരെ നല്ലൊരു കോമ്പിനേഷൻ ആ സോങ് ആണ്. പക്ഷെ ആ ആലി എന്നുള്ള ടൈറ്റിൽ പേര് വരുന്നത് കൊണ്ട് ഇത് അങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഐ മീൻ അതിന്റെ ടൈറ്റിലായിട്ട് തന്നെ നമുക്ക് ഈ സോങ്ങിനെ കരുതാം. ആലി എന്നാണ് ഒരു സോങ് തുടങ്ങുന്നത്. ഒരു സോങ് ചെയ്തിട്ടുള്ളൂ? ഞാൻ 2 സോങ് ഇതിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈ ആലി എന്ന് തുടങ്ങുന്ന പാട്ടും റൊമാൻറ്റിക് സോങ്, പിന്നെ മറ്റൊരു റൊമാൻറ്റിക് സോങ്. അങ്ങനെ 2 സോങ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്, കമ്പോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതിന്റെ പശ്ചാത്തല സംഗീതവും ചെയ്തു. മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇതിൽ ചെയ്തിട്ടുണ്ട്. അതെ, അതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു സംവിധായക ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ തന്നെ കൂടുതൽ അരക്കുന്നത് കൂടുതലുണ്ട് എന്നൊക്കെ പറയും എന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിലും ഞാൻ മാത്രമല്ല, മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സും ഉണ്ട്. അപ്പൊ ഈ മൂവിയുടെ വേറൊരു പ്രത്യേകതയാണ് സംവിധായകൻ എന്നുള്ളത് മറ്റൊരു സംവിധായിക വരാൻ പോകുന്നത്. നമ്മുടെ മൂവി ഇൻഡസ്ട്രിയില് ഉണ്ട്, ഇല്ലാന്നല്ല, പക്ഷെ എന്നാലും കുറവാണ്. അപ്പൊ ഈ ഒരു മൂവി അത് അങ്ങനെ റെവല്യൂഷൻ ആയി തോന്നുന്നുണ്ടോ? അങ്ങനെ റെവല്യൂഷൻ അങ്ങനെ തോന്നില്ല. ബിക്കോസ് ഇപ്പോഴ് സ്ത്രീകൾ തന്നെ എത്രയോ എല്ലാ മേഖലയിലും സ്ത്രീകളില്ലേ. അപ്പം ഈ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന മേഖലയിൽ സിനിമ എടുത്താലും സിനിമയിൽ എത്രയോ പേര് ഉണ്ട്. ഇവൻ ബിഹൈൻഡ് ദി ക്യാമറ, അല്ലെങ്കിൽ ഇവൻ ക്യാമറ ചെയ്യുന്നവരുണ്ട്, അതുപോലെ ഡയറക്ഷൻ ചെയ്യുന്നവരുണ്ട്, എത്രയോ പേരുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പം ഡോക്ടർ കൃഷ്ണ പ്രിയദർശനും അവരുടേതായ രീതിയിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. അപ്പൊ അവർക്ക് അവരുടേതായ ഒരു ടാലന്റ് ഉണ്ട്. ഓരോരുത്തരും അങ്ങനെയാണ്. പിന്നെ ഓരോരുത്തരുടെയും എന്താ അവരുടെ വ്യൂ പോയിന്റും അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അത് ഇറ്റ്സ് ഡിഫറെന്റ്. അതാവണമല്ലോ സിനിമ. ഓരോ സിനിമയും അല്ലെ, ആ സ്റ്റോറി അത് എടുക്കുന്ന രീതിയും ഒക്കെ. അപ്പം കൃഷ്ണയുടെ ഒരു സാന്നിധ്യം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പലരും ഉണ്ട്. ഇനിയും വരാൻ ഒരുപാട് സ്ത്രീകൾ തന്നെ ഉണ്ടാകുമായിരിക്കും, മനസ്സിലായില്ലേ? പക്ഷെ അതുകൊണ്ട് നല്ലതാണ്. കൂടുതലും തീർച്ചയായിട്ടും വരണം. സ്ത്രീകൾ എല്ലാ ഇടത്തിലും വരണം. സാധാരണ അഭിനയത്തിലൊക്കെ എല്ലാവരും ഉണ്ട്, പാടുന്നവരുണ്ട്. അതുപോലെ പിന്നെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് കുറവാണ് അല്ലേ, കുറച്ച് പിന്നെ സ്ത്രീകൾ വരുന്നത് അതെ കുറവാണ്. അപ്പൊ കുറവാണ്. വരട്ടെ എന്നുള്ളതാണ്. മ്യൂസിക് ഫീൽഡിലൊക്കെ തന്നെ പണ്ട് ഉഷാ ഖന്ന മ്യൂസിക് ഡയറക്ടർ അല്ലെ, സംഗീത സംവിധായകർ തന്നെ ഇപ്പൊ എത്രയോ സ്ത്രീകൾ അല്ലെങ്കിൽ അവര് നന്നായിട്ട് ചെയ്യുന്നില്ല. എത്രയോ പേര് ചെയ്യുന്നുണ്ട്. എല്ലാരും പാടുക മാത്രമല്ല, ഇവരൊക്കെ ക്രിയേറ്റിവിറ്റി ഉള്ളവരാണ്. അപ്പൊ അവരൊക്കെ ദർ ഓൾ കമ്പോസിങ് ദർ ഓൺ വേ. മ്യൂസിക് ഡയറക്ടേഴ്സുമാണ് ആൻഡ് ദർ സിംഗേഴ്സ്. അപ്പം ഇറ്റ്സ് ഓൾവേസ്. അപ്പൊ ഈ മൂവി സോണിലേക്ക് എങ്ങനെ എത്തുന്നത്, ലൈക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി? എനിക്ക് എത്തുന്നത് ഒരു ദിവസം എനിക്കൊരു കോൾ ഇങ്ങനെ വന്നു. കൃഷ്ണയെ ഞാൻ കാണുന്നത് ട്രിവാൻഡ്രത്തുള്ള ഒരു പ്രോഗ്രാമിലാണ്. അവിടെ ഗീത ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു
അവരങ്ങനെ എല്ലാവരും ഗീത ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഗീത മാം നടത്തിയ ഒരു പ്രോഗ്രാം, ഒരു അവാർഡ് പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് വെച്ച് നടന്നു. അപ്പൊ അതിന്റെ ഒരു വിശിഷ്ടാതിഥിയായിരുന്നു ഞാൻ. എന്റെ അവാർഡ് കൊടുക്കുന്നതിനും ഒക്കെ ആയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. കിളിമാനൂർ കൊട്ടാരത്തിനെ റെപ്രസെന്റ് ചെയ്ത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ടാണ് കൃഷ്ണയെ പരിചയപ്പെടുന്നത്. അപ്പൊ കൃഷ്ണയ്ക്ക് അവിടെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു, ഡയറക്ടർക്ക് അവിടെ അവാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഞങ്ങള് പരിചയപ്പെട്ടു. അന്ന് ഞാൻ എന്റെ പ്രസംഗത്തിലിടയ്ക്ക് ഞാൻ ശ്ലോകം എന്തെങ്കിലും ആലപിക്കുമല്ലോ, നമുക്ക് അങ്ങനെ വെറും ഒരു പ്രസംഗം മാത്രമല്ല, അല്പം മ്യൂസിക്കലി ഞാൻ എപ്പോഴും അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാറുണ്ട് നമ്മുടെ സ്പീച്ചുകൾ. അപ്പൊ അത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്ത് വന്നു, ഇങ്ങനെ പാട്ടൊക്കെ. ഞാൻ പറഞ്ഞ പാട്ട് അത്യാവശ്യം മ്യൂസിക്കൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൃഷ്ണ പരിചയപ്പെട്ട്. ഓർത്ത് എൻ്റെ നമ്പർ വാങ്ങി വെച്ചിരുന്നു. പിന്നീട് കൃഷ്ണ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ദിവസം എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു പടമുണ്ട്, ചെയ്തുകൂടെയും ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്, ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കൃഷ്ണ തിരുവനന്തപുരത്ത് വന്നു. പിന്നെ കൊട്ടാരത്തിൽ വന്നു, കിളിമാനൂര് കൊട്ടാരത്തിൽ എത്തുകയും തറവാട്ടിൽ അവിടെ ഇരുന്ന് തന്നെ നമ്മള് പാട്ടിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പിന്നെ അത് അങ്ങനെ പോയി ഇങ്ങനെ ഇവിടെ എത്തി.